ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം. 15-16 അധ്യായങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഒരു സമാപനമായിട്ടാണ് വരുന്നത്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെ പൗലോസ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ സഹോദരരെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ ദുർബലന്മാരായ ആളുകൾക്ക് അവരെ നിങ്ങൾ സ്നേഹിക്കുകയും അവരെ നിങ്ങൾ കരുതുകയും ചെയ്യണം. സ്വയപ്രീണനം വിട്ട് സൽപ്രവൃത്തികളാൽ സഹോദരരെ പ്രീതിപ്പെടുത്തണം. അതിന് കർത്താവിൻ്റെ മാതൃക നമുക്കൊരു മാർഗദർശകമായിരിക്കണം. വിശുദ്ധ ലിഖിതങ്ങളുടെ ഉദ്ദേശം ഒന്ന്, നമുക്ക് അത് പഠനത്തിനാണ്. രണ്ട്, നമ്മിൽ പ്രത്യാശ ഉളവാക്കാനാണ്. ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമായിരിക്കുന്നത് ക്ഷമയുടെയും ഐക്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അപ്പോഴാണ് ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അതാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പം അതിന് മാതൃകയാകേണ്ടത് കർത്താവ് ദൈവമഹത്വത്തിനായി സ്വയം തന്നെ സമർപ്പിച്ച പ്രകാരം നമ്മളും സ്വയം ദൈവത്തിന് സമർപ്പിക്കുകയും സഹോദരന്മാരോട് പ്രീതിയുള്ളവരായി അവരെ കരുതുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുണയാൽ ദൈവം വിജാതീയരെ സ്വീകരിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ യഹൂദനും വിജാതീയനും ഒരുമിച്ച് തന്നെ മഹത്വപ്പെടുത്തുവാനാണ്. അപ്പം അതിനുവേണ്ടി ആണ് ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞ് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. ആ മുള പൊട്ടിപ്പുറപ്പെട്ടത് ഈശായുടെ കുറ്റിയിൽ നിന്നാണ്. ആ മുള പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും അത് യഹൂദന് വേണ്ടി മാത്രമല്ല, സകല ജാതികൾക്കും പ്രത്യാശയും സമാധാനവും സംരക്ഷണവും ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അനുസരിച്ച് ആ ക്രിസ്തുവിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരോട് നമ്മൾ എങ്ങനെയായിരിക്കണം? അവരോട് ഐക്യത്തിൻ്റെ മനോഭാവത്തോടുകൂടി എല്ലാവരും പരസ്പരം പ്രവർത്തിക്കണമെന്നുള്ള ആഹ്വാനമാണ് 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ആഹ്വാനം ഇന്ന് നമുക്ക് സഭയിലുണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മൾ പരസ്പരം തർക്കിക്കുകയും ഇത് കലഹിക്കുകയും വ്യവഹാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വീണുപോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുവൻ മറ്റൊരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന മനോഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് സഭ ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി 14 മുതൽ ഉള്ള 33 വരെയുള്ളത് വാസ്തവത്തിൽ ലേഖനത്തിൻ്റെ ഒരു സമാപനമായി നമുക്ക് കാണാവുന്നതാണ്. 14-ാം വാക്യമൊക്കെ റോമയിലുള്ള ആ വിശ്വാസികളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ അഭിമാനമാണ്. അദ്ദേഹം പറയുന്നു, അവരെ ഒന്ന് നന്മ നിറഞ്ഞവരാണ്, 2 ആത്മീയ ലൗകിക അറിവുകളുള്ളവരാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, റോമാലേഖനം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ റോമാലേഖനം ആരംഭിച്ചപ്പോൾ റോമിലുള്ള ആളുകളെന്ന് പറഞ്ഞ കുറേ കൂടെ വിദ്യാഭ്യാസപരമായി ഉയർന്നവരാണ്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രപരമായ ഈ ഒരുപാട് നല്ല ചിന്തകൾ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ അവർക്ക് നൽകിയത് നമ്മൾ വായിച്ചു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങളാണ്.
പക്ഷെ റോമിലുള്ള ആളുകൾ വിദ്യാസമ്പന്നരായിരുന്നുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം അവർക്ക് ലേഖനം എഴുതി. അവർ മറ്റുള്ളവരെക്കാൾ നന്മയുള്ളവരും ലൗകികവും ആത്മീയവുമായ അറിവുകളുള്ളവരാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ അവർ കഴിവുള്ളവരുമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്നത്, പൗലോസ് പ്രവർത്തിച്ച് ജാതികളുടെ ഇടയിലാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു പുരോഹിത ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. അപ്പോൾ പൗരോഹിത്യം ഇല്ല എന്ന് പറയുന്നവർ ഇത് മനസ്സിലാക്കുക. പൗലോസ്ലീഹ തൻ്റെ പ്രവർത്തനത്തെ പുരോഹിത ശുശ്രൂഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ് വിജാതികൾക്ക് വേണ്ടി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുന്നതുമൊക്കെ ഒരു പുരോഹിത ശുശ്രൂഷയായി അദ്ദേഹം അവിടെ കാണുകയാണ്. 17-18 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, സ്വന്തം നിലയിലല്ല യേശുമിശിഹായിൽ അഭിമാനിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം അവിടെ പറയുന്നു. ഇതാണ് ഓരോ പ്രവർത്തകനും ഉണ്ടാവേണ്ട മനോഭാവം. ഇതാണ് യേശുക്രിസ്തുവിൽ അഭിമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വന്തം നിലയിലല്ല നമ്മൾ അഭിമാനിക്കേണ്ടത്. കാരണം നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവാണ് ഇവിടെ ഉയർത്തപ്പെടേണ്ടത്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് പ്രതിനിധീകരിക്കുന്നവരെയാണല്ലോ നമ്മൾ അംബാസഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ. ക്രിസ്തുവിൻ്റെ താല്പര്യം എന്തെന്ന് ലോകത്ത് വചനത്തിലൂടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നു, എന്നിൽ പ്രവർത്തിച്ചത് ഞാനല്ല, മശിഹായാണ്. അത് എൻ്റെ വാക്കാലും എൻ്റെ പ്രവൃത്തിയാലും അദ്ദേഹം ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളുടെ ശക്തിയാലും അത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് 20-ാം വാക്യം അദ്ദേഹം പറയുന്നു, ഒരു യഥാർത്ഥ സുവിശേഷകൻ്റെ മനസ്തുതി ഇതായിരിക്കണം, മറ്റൊരാൾ സ്ഥാപിച്ചതിൽ മറ്റൊരാളുടെ അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ഓരോരുത്തരും അവരുടേതായ നിലയിൽ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. ഇന്ന് വാസ്തവത്തിൽ ഇതൊന്നൊരു 12-13 നൂറ്റാണ്ടിന് ശേഷം ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയും പുതുതായിട്ട് നൽകുവാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല. അതുവരെ ബാർബറായുടെ കാലം വരെയൊക്കെ ഉണ്ടായിരുന്നത് എടുത്ത് അത് കർമ്മപരമായി ആചരിക്കുന്നുവെന്നുള്ളതല്ലാതെ സഭയ്ക്ക് വ്യക്തമായിട്ടൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. പരസ്പരം ഇത് കലഹിക്കുകയും അധികാരത്തിന് വേണ്ടി പറയുകയും പിതാക്കന്മാരുടെ പേരിൽ തമ്മിലടിക്കുകയൊക്കെ ചെയ്യുന്നതല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് സഭ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് തൻ്റേതായ അധ്വാനത്തിലൂടെയാണ് ഈ സഭകളെയൊക്കെ സ്ഥാപിച്ചതും അവർക്കൊക്കെ വേണ്ടി ഉത്സാഹിച്ചതും പ്രവർത്തിച്ചതും. ഇതുപോലെ നമുക്കും ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ഇനി റോമിലെ ക്രിസ്ത്യാനികളെ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, സ്പെയിനിലേക്ക് പോകുന്ന വഴി അവരെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. കാരണം ചില ആളുകൾ അല്ലെങ്കിൽ മക്കദോനിയയിൽ ആഖ്യയിലുള്ള ആളുകൾ കൊടുത്തതായ സഹായം, അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം റോമിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ശേഖരിച്ച ധനം അവരെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എന്തിന്? യഹൂദന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രാർത്ഥിക്കണം.
അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി വിശ്വാസികളുടെ പ്രാർത്ഥന അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ലല്ലോ. ഇവിടെയാണ് കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തു തല, സഭ ശരീരം, നമ്മളതിലെ അവയവങ്ങൾ. ആ തലയുമായുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരവയവം മറ്റൊരവയവത്തിന് വേണ്ടി പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇവിടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും മുഖാന്തരമായിട്ട് സംഭവിക്കും. അതിനെയാണ് നമ്മൾ മധ്യസ്ഥത എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു തലയായിരിക്കുന്ന ആ ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവത്തെ പരിചരിക്കുന്നത് പോലെ, ശുശ്രൂഷിക്കുന്നത് പോലെ പ്രാർത്ഥനയാൽ പരസ്പരം സഹായിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. അപ്പോൾ ആ പൗലോസ്ലീഹായെ പോലെ ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ, പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈദികരെ അയച്ചുപോലെ അങ്ങനെയുള്ള ആ ഒരു കർമ്മമല്ല, നമ്മൾ ചെയ്യുന്നതായ സുവിശേഷപരമായി ചെയ്യുന്ന, യേശുവിനെക്കുറിച്ച് ആളോട് പറയുന്നത്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാം പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. അപ്രകാരം പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ 15-ാം അധ്യായം വായിച്ച് മറ്റുള്ളവരോടുള്ള ആ വലിയ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളാലാവുന്ന എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോടെ ഈ അധ്യായം വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.